Hello everyone, welcome you to High Grade Tips. Plus 1 എക്കണോമിക്സിൻ്റെ പാർട്ട് ബി സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് ഇൻട്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആണ് പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്, അതായത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ട് എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട്, അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് നമുക്ക് ഓരോന്നും നോക്കാം. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ആൻ ഇന്നവിറ്റബിൾ ടൂൾ ഇൻ ദി ഹാൻഡ്സ് ഓഫ് എക്കണോമിസ്റ്റ്. ഇറ്റ് ഹെൽപ്സ് ഹിം അണ്ടർസ്റ്റാൻഡ് വേരിയസ് എക്കണോമിക് പ്രോബ്ലംസ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഈസ് ആൻ ഇന്നവിറ്റബിൾ ടൂൾ ഇൻ ദി ഹാൻഡ്സ് ഓഫ് എക്കണോമിസ്റ്റ്. എക്കണോമിസ്റ്റിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ടൂളാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ഹിം അണ്ടർസ്റ്റാൻഡ് വേരിയസ് എക്കണോമിക് പ്രോബ്ലംസ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ത് ചെയ്യുന്നു? വേരിയസ് ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. ഇതാണ് ഒന്നാമത്തെ സാമ്പത്തിക ശാസ്ത്രത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സിനുള്ള പ്രാധാന്യം. Then second one, complex numerical data in economics are simplified through statistical methods. Economic facts, when expressed in statistics, add precision in thinking and reliability to data. Complex numerical data in economics are simplified through statistical methods. അതായത് വളരെ സങ്കീർണമായിട്ടുള്ള, കോംപ്ലക്സ് ആയിട്ടുള്ള ന്യൂമറിക്കൽ ഡാറ്റയെ നമുക്ക് സിംപ്ലിഫൈഡ് ഫോമിലേക്ക്, അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് സിംപ്ലിഫൈ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ദെൻ എക്കണോമിക് ഫാക്ട്സ് വെൻ എക്സ്പ്രസ്ഡ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആഡ് പ്രിസിഷൻ ഇൻ തിങ്കിങ് ആൻഡ് റിലയബിലിറ്റി ടു ഡാറ്റ. അതേപോലെ തന്നെ ഒരു എക്കണോമിക് ഫാക്ട്സ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിലൂടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിന് കൂടുതൽ ക്ലാരിറ്റി, അതേപോലെ തന്നെ കൃത്യത, റിലയബിലിറ്റി ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഡാറ്റക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. അതാണ് രണ്ടാമത്തെ ഇമ്പോർട്ടൻസ്. മൂന്നാമത്തത്, ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട്സ് ഓഫ് എ കൺട്രി മേ ബി കമ്പയർഡ് വിത്ത് ഈച്ച് അതർ ഓർ ദാറ്റ് മേ ബി കമ്പയർഡ് വിത്ത് ദോസ് ഓഫ് എനദർ കൺട്രി. അതായത് ഇമ്പോർട്ട്സും അതേപോലെ തന്നെ എക്സ്പോർട്ട്സും, കയറ്റുമതിയും ഇറക്കുമതിയും ഓഫ് എ കൺട്രി, ഒരു രാജ്യത്തിൻ്റെ കയറ്റുമതിയും ഇറക്കുമതിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാൻ പറ്റും. എത്ര ഇമ്പോർട്ട്സ് ഉണ്ട്, എത്ര എക്സ്പോർട്ട് നടന്നിട്ടുണ്ട്, ഇതൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ കൺട്രിയും അതേപോലെ ദോസ് ഓഫ് എനദർ കൺട്രി, മറ്റ് കൺട്രിയായിട്ട് നമുക്ക് എക്സ്പോർട്ട് ഇമ്പോർട്ട്സും കമ്പയർ ചെയ്യാൻ എളുപ്പത്തിൽ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂള് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നു. ഇതാണ് മൂന്നാമത്തെ ഇമ്പോർട്ടൻസ്. ഫോർത്ത് വൺ, ഗവൺമെൻറ് പ്ലാൻ ആൻഡ് മേക്ക് പോളിസി ബേസ്ഡ് ഓൺ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് പ്രൊഡക്ഷൻ, ഡിമാൻഡ് എക്സെട്ര. ഈ പ്രൊഡക്ഷൻ അതേപോലെ തന്നെ ഡിമാൻഡ്, പ്രൊഡക്ഷൻ്റെയും ഡിമാൻഡിൻ്റെയും സ്റ്റാറ്റിസ്റ്റിക്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഗവൺമെൻറ്റിന് പ്ലാൻ ചെയ്യാനും, അതായത് ആസൂത്രണം ചെയ്യാനും, അതേപോലെ തന്നെ നയങ്ങൾ, പോളിസികൾ രൂപീകരിക്കാനും ഗവൺമെൻറ്റിന് സാധ്യമാകുന്നു. പ്രൊഡക്ഷൻ ഡിമാൻഡിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ബേസ് ചെയ്തുകൊണ്ട് ഗവൺമെൻറ്റിന് പ്ലാനും അതേപോലെ പോളിസിയും മേക്ക് ചെയ്യാൻ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് കഴിയുന്നു. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് വൺ ക്യാൻ സ്റ്റഡി ദ റിലേഷൻ ബിറ്റ്വീൻ പ്രൊഡക്ഷൻ ആൻഡ് പ്രൈസ് ഓഫ് കമ്മോഡിറ്റീസ്. അത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിൻ്റെ സഹായത്തോടു കൂടി ഒരാൾക്ക് പ്രൊഡക്ഷൻ ആൻഡ് പ്രൈസ് ഓഫ് കമ്മോഡിറ്റീസ്, അതായത് ഉൽപ്പാദനവും വിലയും, ഒരു സാധനത്തിൻ്റെ വിലയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കാൻ സഹായിക്കും. ഇതാണ് അടുത്തൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, നോളജ് ഓഫ് ട്രെൻഡ്സ് ആൻഡ് ടെൻഡൻസീസ് ഹെൽപ്സ് ഇൻ മേക്കിംഗ് ഫ്യൂച്ചർ പ്ലാൻസ്. ട്രെൻഡ്സ്, ടെൻഡൻസീസ്, പ്രവണതകളും താല്പര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് എന്ത് ചെയ്യുന്നു? ഫ്യൂച്ചർ പ്ലാൻസ് മേക്ക് ചെയ്യാൻ സഹായകമാകുന്നു. അതായത് ഭാവി പദ്ധതികൾ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്രത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ആണ് ലിമിറ്റേഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പരിമിതികളെക്കുറിച്ചാണ് അടുത്തത് പറയുന്നത്. എന്തൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പ്രധാനപ്പെട്ട പരിമിതികൾ, സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട പരിമിതികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് വൺ, ദർ ആർ സർട്ടൻ ഫിനോമിന ഓർ കൺസെപ്റ്റ് വേർ സ്റ്റാറ്റിസ്റ്റിക്സ് cannot be used. സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യാൻ പറ്റാത്ത ചില സന്ദർഭങ്ങൾ,
ഉണ്ട് എന്നാണ് പറയുന്നത്. There are certain phenomena or concepts where statistics cannot be used. അതിന് ഫോർ എക്സാമ്പിൾ ബ്യൂട്ടി, ഇൻ്റലിജൻസ് ആൻഡ് കറേജ് cannot be quantified. അതായത് നമ്മുടെ ഈ മെഷർ ചെയ്യാൻ കഴിയാത്ത, ഇപ്പം ബ്യൂട്ടി നമുക്ക് മെഷർ ചെയ്യാൻ കഴിയില്ല, എത്ര ബ്യൂട്ടി ഉണ്ട് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയില്ല, സൗന്ദര്യത്തെ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയില്ല. അതേപോലെ തന്നെ ഇൻ്റലിജൻസ്, ആ ഇൻ്റലിജൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കനോട്ട് ബി മെഷേർഡ്, അത് ബുദ്ധി. അതേപോലെ തന്നെ കറേജ്, ധൈര്യം, ആ ധൈര്യത്തെ എത്ര ധൈര്യമുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ കഴിയില്ല. കനോട്ട് ബി ക്വാണ്ടിഫൈഡ്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റാറ്റിസ്റ്റിക്സിനെ നമുക്ക് യൂസ് ചെയ്യാൻ ഒരു പരിധി വരെ കഴിയുകയില്ല എന്നാണ് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഹാസ് നോ പ്ലേസ് ഇൻ ഓൾ സച്ച് കേസസ് വെർ ക്വാണ്ടിഫിക്കേഷൻ ഈസ് നോട്ട് പോസിബിൾ. സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കാക്കാൻ കഴിയാത്ത ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്സിന് പരിമിതികളുണ്ട് എന്നാണ് പറയുന്നത്. നോട്ട് പോസിബിൾ, അത്ര എളുപ്പമല്ല, അത്ര സാധ്യമല്ല എന്നാണ് ഒരു ലിമിറ്റേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ലിമിറ്റേഷനായിട്ട് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, സ്റ്റാറ്റിസ്റ്റിക്സ് റിവീൽസ് ദ ഏവറേജ് ബിഹേവിയർ, ദ നോർമൽ ഓർ ദി ജനറൽ ട്രെൻഡ്. അതായത് ഒരു ഏവറേജ് ബിഹേവിയറിന്, ഏവറേജ് ശരാശരി സ്വഭാവത്തെ വ്യക്തമാക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് പൊതുവായിട്ടുള്ള, നോർമലായിട്ടുള്ള അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ട്രെൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്. Then statistics does not study individual items but deals with aggregate. മൊത്തമായിട്ടുള്ള അഗ്രിഗേറ്റ് ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നു. ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്റ്റഡി മാത്രമല്ല സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വൺ മേ ബി മിസ്ഗൈഡഡ് വെൻ ടോൾഡ് ദാറ്റ് ദി ആവറേജ് ഡെപ്ത് ഓഫ് എ റിവർ ഫ്രം വൺ ബാങ്ക് ടു ദി അതർ ഈസ് 4 feet. ഒരു നദിയുടെ ഏവറേജ് ഡെപ്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കരയിൽ നിന്ന് മറ്റേ കരയിലേക്ക് 4 feet, 4 feet ആണെന്ന് പറഞ്ഞാൽ അതിൽ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും, ഒരു മിസ്ഗൈഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ചിലപ്പോൾ എന്ത് ചെയ്യാം, ദർ മേ ബി സം പോയിന്റ്സ് ഇൻ ബിറ്റ്വീൻ വേർ ഇറ്റ്സ് ഡെപ്ത് ഈസ് ഫാർ മോർ ദാൻ 4 feet. ചിലപ്പോൾ എന്ത് ചെയ്യാം, എല്ലാ ഭാഗങ്ങളിൽ 4 അടിയാണെന്നില്ല, ചില ഭാഗങ്ങളിൽ കൂടുതൽ വരുന്ന ഭാഗങ്ങളും എന്തുണ്ടാവും, ആ നദിക്ക് ഉണ്ടായെന്ന് വരാം. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു അഗ്രിഗേറ്റ് ആയിട്ടുള്ള ഡീലിംഗ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് നടത്തുന്നത്. അതാണ് ആ പോയിന്റ്സ് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. ദ നെക്സ്റ്റ് വൺ, സിൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആർ കളക്റ്റഡ് ഫോർ എ പർട്ടിക്കുലർ പർപ്പസ്, such data may or may not be relevant or useful in other situations or cases. അതായത് ഒരു പർട്ടിക്കുലർ പർപ്പസ്, ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ, സച്ച് ഡാറ്റ മേ ഓർ മേ നോട്ട് ബി റെലവൻറ്റ് ഓർ യൂസ്ഫുൾ ഇൻ അതർ സിറ്റുവേഷൻ. വേറൊരു സിറ്റുവേഷൻ ഓർ കേസസ്, വേറൊരു കേസിന് അല്ലെങ്കിൽ വേറൊരു സാഹചര്യത്തിന്, വേറൊരു സിറ്റുവേഷന് ആ ഡാറ്റ അത്ര യൂസ്ഫുൾ ആകണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, സെക്കൻഡറി ഡാറ്റ that is collected by a person need not be useful for another person. അതായത് ഒരാൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ അത് മറ്റൊരാൾക്ക് ഉപകാരപ്രദമാകണമെന്നില്ല. അതാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മറ്റൊരു ലിമിറ്റേഷൻ. The next one, statistics are not 100% precise as in mathematics. Those who use statistics should be aware of this limitation. Statistics are not 100% precise as in mathematics. മാത്തമാറ്റിക്സ് പോലെ 100% കൃത്യതയുള്ളതല്ല സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ് പറയുന്നത്. Those who use statistics should be aware of this limitation. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഇത്തരം പരിമിതികൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് നമ്മൾ അവെയർ ആയിരിക്കണം. ഇതാണ് പ്രധാനപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ limitation. Hope you understand this topic, importance of statistics in economics and limitations of statistics. We shall meet the next lesson. Till then, bye bye.